മുംബൈയിൽ പുതുതായിട്ട് തുടങ്ങിയ രാമേശ്വരം കഫേക്ക് ഇതിലും വലിയൊരു പ്രൊമോഷൻ കിട്ടാനില്ല. അവിടെ ഭക്ഷണം കഴിക്കാൻ വന്ന ആരാണെന്നറിയാമോ? സാക്ഷാൽ മുകേഷ് അംബാനിയും കുടുംബവും. മുംബൈയിൽ ഇതിലും പ്രീമിയം റെസ്റ്റോറൻറ്റുകൾ ഉള്ളപ്പോഴും മുകേഷ് അംബാനിയും ആനന്ദ് അംബാനിയും രാധിക മർച്ചന്റും എന്തിനായിരിക്കും ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചത്? അതിനൊരു വലിയ കാരണമുണ്ട്. മുകേഷ് അംബാനിയുടെ ഫേവറേറ്റ് ഫുഡ് ഏതാണെന്നറിയോ? മുംബൈയിൽ താമസിക്കുന്നതുകൊണ്ട് തന്നെ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വടാപ്പാവ് എന്നൊക്കെ ആയിരിക്കും. പക്ഷെ അല്ല, അംബാനിയുടെ ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുന്നത് ഫേവറേറ്റ് ഫുഡ് മാത്രമല്ല, 1974 മുകേഷ് അംബാനി ഐസിടിയിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്തത് മുതൽ ഇന്ന് വരെ അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് ഫുഡ് സ്പോട്ട് എന്ന് പറയുന്നത് മുംബൈയിലെ മൈസൂർ കഫേ ആണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തള്ളാണെന്ന് തോന്നും. അതുകൊണ്ട് ഈ ഒരു മൈസൂർ കഫേയുടെ ഓണർ ശാന്തേരി നായകിന്റെ മകൻ നരേഷ് പറയുന്നത് കേട്ടു നോക്ക്. तो उनकी जो फ्लाइट है कॉर्पोरेट जेट, वो फिर से पेरिस से मुंबई आकर हमारा खाना लेकर वो वापस गई. അതായത് മുകേഷ് അംബാനി പാരീസിലായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇഡലി കഴിക്കാൻ വേണ്ടി പാരീസിൽ നിന്ന് പ്രൈവറ്റ് ജെറ്റ് മുംബൈയിലേക്ക് അയച്ച് മുംബൈയിൽ നിന്നും ഫുഡ് പാക്ക് ചെയ്ത് പാരീസിലേക്ക് കൊടുത്തുവിട്ട കാര്യമാണ് ഇവിടെ നരേഷ് പറഞ്ഞത്. എന്താ അല്ലേ? മുകേഷ് അംബാനി മാത്രമല്ല, കുടുംബം മൊത്തം ഈ ഒരു ഷോപ്പിന്റെ ആരാധകരാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം രാധികയുടെയും ആനന്ദിന്റെയും വിവാഹ സമയത്ത് മൈസൂർ കഫേ ഓണർ വന്നപ്പോൾ സംഭവിച്ചത് ഇതാണ്. വളരെ എക്സൈറ്റ്മെന്റോട് കൂടിയും ബഹുമാനത്തോടു കൂടിയുമാണ് മൈസൂർ കഫേ ഓണർ ശാന്തേരി നായകിനെ അംബാനി കുടുംബം സ്വീകരിച്ചത്. ആ സമയത്ത് രാധിക പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാ ഞായറാഴ്ചയും നിങ്ങളുടെ ഭക്ഷണമാണ് ഞങ്ങളുടെ വീട്ടിൽ കഴിക്കുന്നത് എന്നാണ്. ഈ ഒരു വിവാദത്തിന് ശേഷം ശാന്തേരി നായക് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്, എന്നെപ്പോലെ ഒരു സാധാരണ സ്ത്രീയെ അംബാനി കുടുംബം ഒരു VIP പോലെയാണ് സ്വീകരിച്ചത് എന്നാണ്. ഇഡലിക്കും സാമ്പാറിനും ഒക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ ഇത്രയധികം പ്രാധാന്യം ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്.